ലാലേട്ട ഇന്നത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ കുറച്ച് കാർഡുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്ന് രണ്ട് കാർഡുകളൊക്കെ ലാലേട്ട മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന് കുത്തിത്തിരിപ്പ് കാർഡ്, രണ്ട് ഗുണ്ടാ കാർഡ്, മൂന്ന് കള്ളൻ കാർഡ് അല്ലേ. ഇത്തരത്തിലുള്ള കാർഡുകളൊക്കെ ഒഴിവാക്കിയിട്ട് കരച്ചിലോളി കാർഡ്, നന്മമരം കാർഡ്, ഇങ്ങനെയുള്ള എപ്പോഴും നമ്മൾ കാണുന്ന ജനറൽ ആയിട്ട് കുറച്ച് കാർഡുകളാണ് ലാലേട്ടൻ ഇന്ന് കൊണ്ടുവന്നത്. ശരിക്കും ഈ കുത്തിത്തിരിപ്പ് കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധ ഒരാളിലേക്ക് പോകുള്ളൂ. അത് വേറെ ആരല്ല, അക്ബർ. ബിന്നിയെ കുത്തിരിപ്പുകാരിയാക്കിയിട്ട് ഒരു മൂലയിൽ ഒതുക്കിയത് പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ ഇപ്പം അക്ബറിന് അത് പറയാൻ പറ്റില്ല. അക്ബർ തന്നെയാണ് ആ വീടിനകത്തെ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള കുത്തിത്തിരിപ്പിൻ്റെ ആശാൻ. അപ്പോൾ കുത്തിത്തിരിപ്പ് കാർഡ് എന്ന് പറഞ്ഞത് ലാലേട്ടൻ കൊടുക്കണ്ടായിരുന്നു. പിന്നെ അത് ഗുണ്ടാ കാർഡ്. ഗുണ്ടാ കാർഡ് വേണമെങ്കിൽ രണ്ടാൾക്ക് കൊടുക്കാൻ പോയിരുന്നു അല്ലേ, ഷാനവാസിനും പിന്നെ അക്ബറിനും. ഇപ്പം നല്ല നടപ്പിലാണ് രണ്ടുപേരും. പക്ഷെ അതിന് മുമ്പ് ഭയങ്കര ഗുണ്ടായസമുള്ള രണ്ടുപേരായിരുന്നു. അപ്പോൾ ഗുണ്ടാ കാർഡ് എന്തായാലും അക്ബറിനായിരിക്കും ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പോകുന്നത്. കള്ളൻ കട അത് വേണമെങ്കിൽ നമുക്ക് മൂന്നാൾക്ക് കൊടുക്കാം. ഒന്ന് ആര്യൻ, രണ്ട് ആദില, മൂന്ന് നെവിൻ. ഏറ്റവും വലിയ കള്ളൻ നെവിൻ. ഈ കാർഡൊക്കെ ഒഴിവാക്കിയിട്ട് നന്മമരം, കരച്ചിലോളി, ഈ വക കാർഡുകളൊക്കെ ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന കാർഡുകളല്ലേ. അപ്പോൾ എന്തിനാണ് ലാലേട്ട എന്തിനാണ് ഇത്ര കുറച്ച് മനഃപൂർവ്വമായിട്ട് കുറച്ച് കാർഡുകൾ ഒഴിവാക്കിയതുപോലെ എനിക്ക് തോന്നി. ചില കണ്ടസ്റ്റൻസിന് ഇതെല്ലാം തലയിൽ ഒട്ടിച്ച് വെക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ ചില അനീഷിനെയോ അനുമോളെ പോലെയുള്ള ചില കണ്ടസ്റ്റൻസിനൊക്കെ ഒരുപാട് കാർഡ് ആ തൊപ്പിക്ക് മുകളിൽ വന്നത്.